ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. അപ്പോൾ നമ്മളുടെ ഷോറൂം വിസിറ്റ് സീരീസിലെ ഏകദേശം 4ാമത്തെ 5ാമത്തെ വീഡിയോ ആണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭാരത് യമഹ തിരുവല്ലയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യമഹയുടെ ഷോറൂം വിസിറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ യമഹ മോട്ടോർ സൈക്കിൾസിൻ്റെ 2024 പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. മോട്ടോർ സൈക്കിൾസ് മാത്രമല്ല, യമഹയുടെ തന്നെ സ്കൂട്ടേഴ്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും യമഹയുടെ ഭാഗത്തു നിന്നുള്ള പ്രൈസ് ലിസ്റ്റ് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എക്സ്-ഷോറൂം പ്രൈസ്, ഇൻഷുറൻസ്, ടാക്സ്, രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെ ചേർത്ത് നമ്മുടെ ഓൺ റോഡ് പ്രൈസ് വരെ ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോ മോഡൽസിൻ്റെ ആയിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് യമഹ മോട്ടോർ സൈക്കിൾസിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നിട്ട് സ്കൂട്ടറിലേക്ക് പോകാം. അപ്പോൾ മോട്ടോർ സൈക്കിൾസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് യമഹയുടെ ലൈനപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ യമഹ FC മോഡൽസിൽ നിന്നാണ്. അതിൽ യമഹ FC16 എന്നുള്ള മോഡലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ടിംഗ് പ്രൈസായിട്ട് വരുന്നത് 1,18,500 രൂപയാണ് എക്സ്-ഷോറൂം. അതുപോലെ തന്നെ 17,701 രൂപ നമുക്ക് റോഡ് ടാക്സ് വരുന്നുണ്ട്. അതുപോലെ 7,868 രൂപ ഇൻഷുറൻസ്, 705 രൂപയാണ് എല്ലാ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റായിട്ട് പറയത്തില്ല. അങ്ങനെ രജിസ്ട്രേഷൻ ഫീസോടെ ചേർത്തിട്ട് നമുക്ക് 1,44,279 രൂപയാണ് FC16 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അടുത്ത മോഡലാണ് നമ്മുടെ FCS V3 എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ ഡാർക്ക് നൈറ്റ് എഡിഷൻസ്, ആ ഒരു ഡാർക്ക് നൈറ്റ് കളേഴ്സ് ഒക്കെ വരുന്നതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,23,205 രൂപയാണ് എക്സ്-ഷോറൂം. 18,481 രൂപ ടാക്സ് വരുന്നുണ്ട്. 8,013 രൂപ നമ്മുടെ ഇൻഷുറൻസ് ഉണ്ട്. ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്ക് 1,50,404 രൂപയാണ് FCS V3 മോഡൽസിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. അപ്പം പിന്നീട് വരുന്നതാണ് നമ്മുടെ FCS വേർഷൻ 4 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാണുന്ന ഡിസൈനൊക്കെ നമ്മുടെ FCS വേർഷൻ 4ൻ്റെ ആണ്. അപ്പം FCS വേർഷൻ 4ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 1,30,705 രൂപ എക്സ്-ഷോറൂം. അതിൽ 19,606 രൂപ നമുക്ക് ടാക്സ് ഉണ്ട്. 8,168 രൂപ ഇൻഷുറൻസ്. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് 1,59,184 രൂപയാണ് FCS വേർഷൻ 4ൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് ഒക്കെ തന്നെ ഞാൻ പറയുന്നത് ഈ ജൂണിലെ ഒരു നമ്മുടെ മൺസൂൺ ഓഫറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൈസാണ്. അതായത് ഈ ഒരു പ്രൈസിൽ നിന്നും നിങ്ങൾക്ക് നോർമലി ഒരു അപ് ടു 2,000 റുപ്പീസോളം ആയിരിക്കും ഹൈക്ക് വരുന്നത്. അതപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അതായത് ഈ പറയുന്ന പ്രൈസുകളിൽ, അത് ഓൺ റോഡ് പ്രൈസ് അല്ലെങ്കിൽ എക്സ്-ഷോറൂം പ്രൈസ് പറയുന്നതിൽ നിന്നും ഒരു 2,000 രൂപയെങ്കിലും നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ ജൂൺ അല്ലാത്ത മാസങ്ങളിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്ക് വരും. ആ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നീടുള്ളതാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് FC-കൾ. അതായത് FCS വേർഷൻ 4ൻ്റെ ഡീലക്സ് മോഡൽസ് ആണ് ഇരിക്കുന്നത്. ടോപ്പ് ട്രിം മോഡൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 1,31,205 രൂപയാണ്. 19,681 രൂപ നമുക്ക് ടാക്സ് ഉണ്ട്. 8,776 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ഫീസും കൂടെ ചേർത്തിട്ട് 1,59,767 രൂപയാണ് FCS വേർഷൻ 4ൻ്റെ ഡീലക്സ് ടോപ്പ് ട്രിം വേരിയൻ്റെ ഓൺ റോഡ് പ്രൈസ്. യമഹ ലൈനപ്പിലെ FC സീരീസിൽ തന്നെ ഒരു നെക്സ്റ്റ് മോഡലായിട്ട് വരുന്നതാണ് നമ്മുടെ FCX എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് ഏകദേശം 3 വേരിയൻസോളം അവൈലബിൾ ആയിട്ടുണ്ട്. കളർ ഓപ്ഷൻസിൻ്റെ ബേസിലാണ് നമുക്കതിൽ വ്യത്യാസങ്ങൾ കൂടുതൽ വരുന്നതും. അങ്ങനെ ബേസ്, മിഡ്, ടോപ്പ് എന്നിങ്ങനെയുള്ളതാണ് മാറുന്നത്. ഇപ്പോൾ FCX സ്റ്റാൻഡേർഡ്, അതായത് മാറ്റ് കോപ്പറും ബ്ലാക്ക് കളേഴ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,38,705 രൂപയാണ് എക്സ്-ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 20,806 രൂപ ടാക്സ്, 8,345 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ഫീസ്. അങ്ങനെ 1,68,561 രൂപയാണ് FCX മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ ഡീലക്സ് നേവി ബ്ലൂ ആൻഡ് ടൈറ്റൻ എന്ന് പറയുന്ന കളർ ഓപ്ഷൻസിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 1,39,705 രൂപയാണ് എക്സ്-ഷോറൂം വരുന്നത്. 20,956 രൂപ ടാക്സ് വരുന്നുണ്ട്. 8,424 രൂപ ഇൻഷുറൻസ്. അങ്ങനെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്ക് 1,69,790 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഏറ്റവും ടോപ്പ് മോഡലായിട്ടുള്ള ഡീലക്സ് ക്രോം എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വരുമ്പം 1,42,205 രൂപയാണ് നമുക്ക് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതിന് 21,331 രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട്. 8,360 രൂപയാണ് ഇതിൻ്റെ ഇൻഷുറൻസ്. അങ്ങനെ 1,72,601 രൂപയാണ് FCX മോഡലിൻ്റെ ടോപ്പ് ട്രിമിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന മോഡൽ നമ്മുടെ മിഡിൽ വേരിയൻ്റ് ആണ്. അതായത് ഡീലക്സ് നേവി ബ്ലൂ ടൈറ്റൻ എന്ന് പറയുന്ന ആ ഒരു കളർ സ്കീമിൽ വരുന്ന നേവി ബ്ലൂ കളർ FCX ആണ് ഇരിക്കുന്നത്. ഇതിൽ യമഹയുടെ തന്നെ കുറച്ച് ജെന്യുവൻ ആക്സസറീസ് ഒക്കെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാങ്ക് ബാഗ്, അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡർ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ യമഹയുടെ ഭാഗത്തു നിന്നുള്ള ജെന്യുവൻ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഈ ഒരു വാഹനത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിളാണിത്. കാരണം നമ്മുടെ FC മോഡൽസിനെക്കാളും കുറേ കൂടെ നമുക്ക് FCX മോഡൽസ് കംഫർട്ടബിൾ ആണ്. കാരണം സീറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ടാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കുറച്ചുകൂടെ സ്റ്റൈൽ ഓറിയൻറ്റഡ് ആണ് നമ്മുടെ FC വേർഷൻ 4 മോഡൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ FC മോഡൽസിൻ്റെ ഒക്കെ തന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. FC16 മുതൽ ഈ ഒരു FCXൻ്റെ ഡീലക്സ് വേരിയൻറ്റ് വരെയാണ് യമഹയുടെ FC സീരീസ് നമുക്ക് വരുന്നത്. ഏകദേശം 2, 3, 4, 5, 6
7 വ്യത്യസ്ത വാഹനങ്ങൾ ഈ ഒരു FC സീരീസിൽ ഇന്ന് യമഹയ്ക്കുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ MT. യമഹ MT-15 സ്റ്റാൻഡേർഡ്, ഡീലക്സ് എന്നിങ്ങനെ 2 വേരിയൻസ് മാത്രമേ വരുന്നുള്ളൂ. മാസ്റ്റർ ഓഫ് ടോർക്ക് എന്നാണ് MT എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് മോട്ടോർ സൈക്കിളാണ്. ബിഗിനേഴ്സിന് എടുക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. വളരെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി തരുന്നൊരു മോട്ടോർ സൈക്കിളാണ്. അതേപോലെ തന്നെ R15 ആ ഒരു എഞ്ചിനിൽ നിന്ന് ഡെറൈവ് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും തരാൻ സാധിക്കുന്ന ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ MT-15 എന്ന് പറയുന്നത്. അപ്പോൾ MT-15ൻ്റെ പ്രൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. MT-15 സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,70,305 രൂപയിൽ നിന്നുമാണ്. 25,546 രൂപ നമുക്ക് റോഡ് ടാക്സ് വരുന്നുണ്ട്. 13,020 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ഫീസും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് 2,09,576 രൂപയ്ക്ക് നിങ്ങൾക്കൊരു MT-15 ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തന്നെ ഡീലക്സ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,75,005 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. 26,251 രൂപ ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ 13,130 രൂപ ഇൻഷുറൻസ്, 1,15,091 രൂപയ്ക്ക് MT-15ൻ്റെ ടോപ്പ് ട്രിം ആയിട്ടുള്ള ഡീലക്സ് വേരിയൻറ്റ് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അടുത്തതാണ് യമഹയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഒന്നാണ് യമഹ R15 എന്ന് പറയുന്നത്. അപ്പോൾ R15 തന്നെ നമുക്കിപ്പോൾ ഒരുപാട് വേരിയൻസിലും എഡിഷൻസിലും അവൈലബിൾ ആണ്. അപ്പോൾ R15ൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് R15 വേർഷൻ 4 റെഡ് എന്ന് പറയുന്ന കളർ ഓപ്ഷനിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 1,84,605 രൂപയാണ്. 27,691 രൂപ നമുക്ക് ടാക്സ് ഉണ്ട്. 13,340 രൂപ ഇൻഷുറൻസ് വക വരുന്നുണ്ട്. അങ്ങനെ 2,26,341 രൂപയാണ് R15 വേർഷൻ 4ൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ ബ്ലാക്ക് വേരിയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,85,605 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. അതേപോലെ 27,841 രൂപ ടാക്സ് ഉണ്ട്. 13,362 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 2,27,513 രൂപയാണ് ബ്ലാക്ക് R15 വേർഷൻ 4ൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമ്മുടെ ആ ഒരു പ്രോപ്പർ യമഹ ബ്ലൂ എന്ന് പറയുന്ന ആ കളറ്, അതുപോലെ തന്നെ ഗ്രേ കളർ, പുതിയ ഗ്രേ കളറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 1,89,605 രൂപയാണ് എക്സ്-ഷോറൂം. അതിന് 28,441 രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട്. 13,451 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 2,32,202 രൂപയ്ക്കാണ് ആ ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ പുതിയ ഗ്രേ കളറും കിട്ടുന്നത്. ഇനി വരുന്നതാണ് നമ്മുടെ യമഹ R15 V4ൻ്റെ M എഡിഷൻ. അതായത് ഈ കാണുന്നതാണ് M, ഏറ്റവും ടോപ്പ് ട്രിം R15 വേർഷൻ 4 ആണ് M എന്ന് പറയുന്നത്. അപ്പം എമ്മിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,98,805 രൂപയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ലക്ഷം രൂപയ്ക്ക് താഴെ തന്നെയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സിൽ നമുക്കൊരു വലിയ ജമ്പ് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു യമഹ മോട്ടോർ സൈക്കിൾസിൽ. അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ ഇതുവരെ ചെയ്തു വന്ന സീരീസിലൊക്കെ തന്നെ ചില വാഹനങ്ങളിലൊക്കെ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ പോകുന്ന വാഹനങ്ങൾക്ക് നല്ല രീതിക്ക് ആ ഒരു ടാക്സിൻ്റെ ജമ്പ് നമുക്ക് ഫീൽ ചെയ്യും. 21% എന്നുള്ള ടാക്സ് ആടാവും. അപ്പോൾ ഈ യമഹ വാഹനങ്ങളൊന്നും തന്നെ നമുക്ക് അത്രയധികം ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം R15 വേർഷൻ 4 എമ്മിൻ്റെ എക്സ്-ഷോറൂം പ്രൈസാണ് പറഞ്ഞത്. ഒന്നും കൂടെ ഞാൻ പറയാം. 1,98,805 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതിൽ 29,821 രൂപയാണ് റോഡ് ടാക്സ്, 13,636 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ഫീസോടെ ചേർത്ത് 2,42,267 രൂപയാണ് യമഹ R15 വേർഷൻ 4ൻ്റെ ഏറ്റവും ടോപ്പ് ട്രിമായിട്ടുള്ള ഈ ഒരു M വേർഷന് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. അതായത് 2.5 ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള R15 നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഈ ഒരു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്. അതേപോലെ തന്നെ കളർ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ ഒരു ഡിസ്പ്ലേ കാണാൻ തന്നെ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു M വേർഷനിൽ ഈ ഒരു കളർ സ്കീം എന്ന് പറയുന്നത് തന്നെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. അതേപോലെ തന്നെ നമുക്ക് ബ്ലൂ വീൽസ് വരുന്നുണ്ട്, KYBയുടെ USD സസ്പെൻഷൻ വരുന്നുണ്ട്, LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഫുള്ളി ഫെയർഡ് എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കാണ് R15 M എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വേരിയൻ്റാണ്. അതായത് ഇതാണ് ടോപ്പ്. ഇനി ഒരു R15 കൂടെ നമുക്കുണ്ട്. R15 വേർഷൻ 4ൻ്റെ വൈറ്റ് കളറിന് 1,89,605 രൂപയാണ് എക്സ്-ഷോറൂം വരുന്നത്. 28,441 രൂപ ടാക്സ്, 13,451 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ചാർജ്. അങ്ങനെ 2,32,202 രൂപയ്ക്ക് നമുക്കത് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ്. ഇതോടുകൂടിയിട്ട് തന്നെ നമ്മുടെ R15 വേർഷൻ 4ൻ്റെ എല്ലാം തന്നെ പ്രൈസ് തീർന്നിരിക്കുകയാണ്. ഇനി ഒരു R15 മോഡലും കൂടെ നമുക്ക് ബാക്കി നിൽപ്പുണ്ട്. അതാണ് നമ്മുടെ R15 S എന്ന് പറയുന്നത്. അതായത് നമ്മുടെ V3യുടെ അതേ ഡിസൈനിൽ വരുന്ന വാഹനമാണ് R15 S. ഇപ്പം V3 ഡിസ്കണ്ടിന്യൂ ചെയ്തു, പകരം നമുക്ക് V4 ആണ്. എന്നാൽ V3യുടെ ഡിസൈനിൽ നിങ്ങൾക്ക് ഒരു R15 ഇന്നും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു മോഡലാണ് R15 S. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് സിംഗിൾ സീറ്റ് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി യൂസിന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം സ്പ്ലിറ്റ് സീറ്റിനേക്കാളും കുറച്ചും കൂടെ സീറ്റ് സ്പേസ് നമുക്കിതിൽ ഫീൽ ചെയ്യും. കാണാനാണെങ്കിലും ബാക്കിൽ അത്രയും
ഹൈറ്റ് തോന്നിക്കില്ല ഈ ഒരു സിംഗിൾ സീറ്റ് കൊണ്ട് തന്നെ. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ V3-യുമായിട്ട് എക്സാക്ട്ലി സിമിലർ മോട്ടോർ സൈക്കിളാണ് ഈ കാണുന്ന R15S എന്ന് പറയുന്നത്. അപ്പോൾ R15Sൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,67,805 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. 25,171 രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട്. 12,965 രൂപയാണ് ഇൻഷുറൻസ്. അങ്ങനെ 705 രൂപ രജിസ്ട്രേഷൻ ഫീസോടെ ചേർത്തിട്ട് 2,06,646 രൂപയാണ് R15Sൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ R15 സീരീസിൻ്റെ പ്രൈസ് ലിസ്റ്റൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തത് യമഹ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന 2 വാഹനങ്ങളാണ് MT-03 അതുപോലെ തന്നെ യമഹ R3 എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇന്തോനേഷ്യയിൽ നിന്ന് ബിൽഡ് ചെയ്ത് ഇവിടെ വിൽക്കുന്ന യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും. കാരണം യമഹ MT-03യുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 4,59,900 രൂപയാണ്. അതിന് 1,60,828 രൂപയാണ് നമ്മൾക്ക് റോഡ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. 19,737 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ഫീസ്. അങ്ങനെ 5,77,170 രൂപയാണ് യമഹ MT-03യുടെ ഓൺ റോഡ് കേരള പ്രൈസ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് R3. അതാണ് ഇതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്ക്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു യമഹ ബ്ലൂ സ്ക്വയർ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയതിൽ വെച്ച് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് യമഹ R3 എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 4,66,405 രൂപയാണ്. അതിന് 1,79,078 രൂപ നമ്മൾ റോഡ് ടാക്സ് ഇനത്തിൽ കൊടുക്കുന്നുണ്ട്. 19,853 രൂപയാണ് ഇൻഷുറൻസ് വരുന്നത്. 705 രൂപ നമുക്ക് രജിസ്ട്രേഷൻ ചാർജുകൾ ഉൾപ്പെടെ 5,94,941 രൂപയാണ് യമഹ R3യുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 6 ലക്ഷം രൂപയിൽ നിന്നും വെറും ഒരു 5,000 രൂപ മാത്രം അല്ലെങ്കിൽ 5,050 രൂപ മാത്രം കുറവേ ഈ ഒരു മോട്ടോർ സൈക്കിളിന് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വില ഇതിന് കയറാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ്സ് ആയിട്ടാണ് ഇന്തോനേഷ്യയിൽ നിന്നും ഈ 2 വാഹനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ടാക്സ് അതിൽ ആഡാവും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രൈസ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് മറ്റ് ഈ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആ വാഹനങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉടനെ തന്നെ R3യുടെ ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അടിപൊളി വീഡിയോ ആയിരിക്കും അത് മറക്കാണ്ട് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2 ബൈക്കുകളോട് കൂടിയിട്ട് യമഹയുടെ മോട്ടോർ സൈക്കിൾ ലൈനപ്പ് ഇന്ത്യയിൽ ഇത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്കൂട്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ യമഹ സ്കൂട്ടേഴ്സിൻ്റെ വില എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്കൂട്ടേഴ്സിൽ വരുമ്പോഴത്തേക്ക് യമഹയ്ക്ക് മെയിനായിട്ട് ഒരു 3 മോഡൽസ് ആണുള്ളത്. യമഹ ഫസീനോ, റേ, അതുപോലെ തന്നെ നമ്മുടെ എയ്റോക്സ് മോഡൽ. ഇതിൽ തന്നെയും നമുക്ക് ഫസീനോയിൽ 7 വ്യത്യസ്ത വേരിയൻറ്റുകളായിട്ട് വരുന്നുണ്ട്, ഡ്രമ്മിലും ഡിസ്കിലും കൂടെ ചേർത്തിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസാണ് നിങ്ങൾ ആദ്യം കേൾക്കാൻ പോകുന്നത്, യമഹ ഫസീനോ മോഡൽസിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ഫസീനോയുടെ ഡ്രമ്മ് ബേസ് വേരിയൻറ്റ് ബ്ലാക്ക്, അതായത് ആയിരിക്കുന്ന ഒരു വേരിയൻ്റാണിത്. ഇതാണ് നമ്മുടെ ബേസ് ബ്ലാക്ക് വേരിയൻറ്റ് ഡ്രം ബ്രേക്കോടെ വരുന്നത്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 83,622 രൂപയിൽ നിന്നുമാണ്. 10,871 രൂപ റോഡ് ടാക്സ് ഉണ്ട്, 7,065 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ഫീസ്. അങ്ങനെ 1,02,263 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു യമഹ ഫസീനോ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്നതാണ് ഫസീനോയുടെ തന്നെ ഡ്രമ്മിൻ്റെ സ്റ്റാൻഡേർഡ് മോഡൽ. അതിന് ഏകദേശം 84,388 രൂപ വരുന്നുണ്ട്. 10,970 രൂപ ടാക്സ്, 7,084 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,03,147 രൂപയ്ക്ക് നമുക്ക് ഫസീനോ ഡ്രം വേരിയൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് മോഡൽ ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ്. ഇനി വരുന്നതാണ് ഫസീനോ ഡ്രമ്മിൻ്റെ ഡീലക്സ് മോഡൽ. ഡീലക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 85,380 രൂപയോളമാണ് ഷോറൂം പ്രൈസ്. 11,099 രൂപ ടാക്സ്, 7,107 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,04,291 രൂപയ്ക്കാണ് ഫസീനോ ഡ്രം ഡീലക്സ് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നത്. പിന്നീട് വരുന്നതാണ് ഫസീനോ ഡിസ്കിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്. ഫസീനോ ഡിസ്ക് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 93,168 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അതിന് തന്നെ 12,112 രൂപ ടാക്സ്, 7,285 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,13,270 രൂപയാണ് ഡിസ്ക് വേരിയൻറ്റിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ഡിസ്കിൻ്റെ തന്നെ ഡീലക്സ് മോഡൽ. ഡീലക്സ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് 94,161 രൂപയാണ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 12,241 രൂപ റോഡ് ടാക്സ്, 7,309 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,14,416 രൂപയാണ് ഫസീനോ ഡിസ്ക് ഡീലക്സ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ഫസീനോ എസ് മോഡൽസ്. അപ്പോൾ ഫസീനോ എസ് എന്ന് പറയുന്നത് ഇത് ഫസീനോ എസ് ആണ്, അതേപോലെ തന്നെ ഇത് ഫസീനോ എസ് ആണ്. സോ സ്പെഷ്യൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മോഡൽസാണ്. കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആണ്, കുറച്ചും കൂടെ ഫീച്ചർ ലോഡാണ്. അപ്പം ഈ ഒരു എസ് സീരീസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസീനോ എസ് ഡിസ്ക് സ്റ്റാൻഡേർഡിൽ നിന്നാണ്. അതിന് ഏകദേശം 95,461 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. 12,410 രൂപ ടാക്സ്, 7,333 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,15,991
9 രൂപയ്ക്ക് ഫസീനോ എസിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് ഫസീനോ എസ് ഡിസ്ക് ഡീലക്സ് മോഡൽ. ഇതിലേക്ക് വരുമ്പോഴേക്ക് 96,261 രൂപയാണ് നമുക്ക് എക്സ്ഷോറും, 12,514 രൂപ ടാക്സ്, 7,355 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,16,835 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫസിനോയുടെ ഏറ്റവും ടോപ്പ് മോഡലായിട്ടുള്ള എസിൻ്റെ ഡിസ്ക് വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കും. യമഹ സ്കൂട്ടേഴ്സിലെ അടുത്ത മോഡലാണ് യമഹ റേ എന്ന് പറയുന്നത്. റേ എന്ന ഈ ഒരു മോഡൽ തന്നെ കൂടുതലും യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി യമഹ ഇറക്കിയ ഒരു മോട്ടോർ സൈക്കിളാണ്. അതായത് ഇപ്പോൾ കോളേജിൽ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും ജോലിക്ക് പോകുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ള യങ് ജനറേഷനെ എയിം ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. അതിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റേ തന്നെ നമുക്ക് ഏകദേശം 5 വേരിയൻസിൽ അല്ലെങ്കിൽ 5 എഡിഷൻസിൽ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് യമഹ റേ ZR 125 ഡ്രം വേരിയൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഡ്രം വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 87,595 രൂപയാണ്. 11,387 രൂപ ടാക്സ് ഉണ്ട്, 7,153 രൂപ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ 1,06,845 രൂപയാണ് യമഹ റേ ZR 125 ഡ്രം വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു റേ വാങ്ങണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ലീസ്റ്റ് എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന യമഹ റേ എന്ന് പറയുന്നത്. ഓൺ റോഡ് പ്രൈസ് ഞാൻ ഒന്നുകൂടെ പറയാം, 1,06,845 രൂപയ്ക്ക് യമഹ റേ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കും. ഇനി വരുന്ന നെക്സ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് യമഹ റേ ZR ഡിസ്ക് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ്. ഡിസ്ക് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വേരിയൻറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 93,571 രൂപയാണ്. 12,164 രൂപ നമുക്ക് ടാക്സ് ഉണ്ട്, 7,298 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,13,738 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഡിസ്ക് സ്റ്റാൻഡേർഡ് വേരിയൻസ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കും. ഇനി വരുന്നതാണ് ഡിസ്ക് ഡീലക്സ് മോഡൽ, ഏറ്റവും ടോപ്പ് ട്രിമ്മായിട്ട് വരുന്നത് ഈ ഒരു റേ ZR മോഡൽസിൽ. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 94,571 രൂപയാണ്. 12,294 രൂപ ടാക്സ്, 7,321 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,14,891 രൂപയ്ക്ക് യമഹ റേ ZR 125 FIയുടെ ടോപ്പ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ്. ഇനി വരുന്നതാണ് സ്ട്രീറ്റ് റാലി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു വേരിയൻറ്റ്. നമുക്ക് കുറച്ചും കൂടെ ഒരു റഗ്ഡ് ഡിസൈനിൽ ബോഡി പ്രൊട്ടക്ഷൻ കേജ് പോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് സ്ട്രീറ്റ് റാലി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രീറ്റ് റാലി 125ൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് എക്സ്ഷോറൂം പ്രൈസ് 97,864 രൂപയാണ്. അതിന് 12,722 രൂപ ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ 7,390 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,18,681 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഡീലക്സ് വേരിയൻറ്റിന് 98,894 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്, 12,856 രൂപ റോഡ് ടാക്സ്, 7,403 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,19,858 രൂപയ്ക്ക് യമഹ റേ ZRൻ്റെ ഏറ്റവും ടോപ്പ് വേർഷന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് യമഹ റേയുടെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. യമഹ സ്കൂട്ടർ ലിസ്റ്റിലെ നമ്മുടെ ഏറ്റവും അവസാനത്തെ മോഡലാണ് യമഹ എയ്റോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പറയാനുണ്ട്. കാരണം ഒന്ന്, നമ്മുടെ R15ൻ്റെ അതേ എഞ്ചിനോട് വരുന്ന ഒരു സ്കൂട്ടറാണ്. വെറും സ്കൂട്ടറല്ല, മാക്സി സ്പോർട്സ് സ്കൂട്ടറാണ് യമഹ എയ്റോക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അടുത്ത് മീഡിയ വെഹിക്കിൾ കുറച്ച് കാലം ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഒക്കെ തന്നെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പെർഫോമൻസ് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ലോങ് ട്രാവലിനൊക്കെയാണ് നിങ്ങളൊരു സ്കൂട്ടർ നോക്കുന്നതെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂട്ടറാണ് ഇത്. കാരണം ഹാർഡ്വെയർ വൈസ് ആണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 2 വേരിയൻസിലാണ് ഈ ഒരു എയ്റോക്സ് കിട്ടുന്നത്. ഒന്ന് എയ്റോക്സ്, പിന്നെ ഒന്ന് എയ്റോക്സ് എസ്, അതായത് ഒരു സ്മാർട്ട് കീയോട് കൂടിയിട്ട് വരുന്ന വേരിയൻ്റാണ്. കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു വാഹനമാണ്. അപ്പം എയ്റോക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,49,105 രൂപയാണ് എക്സ്ഷോറും, 22,366 രൂപ ടാക്സ്, 12,556 രൂപ ഇൻഷുറൻസ്, 705 രൂപ രജിസ്ട്രേഷൻ ഫീസ്. അങ്ങനെ 1,84,732 രൂപയാണ് യമഹ എയ്റോക്സിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനിയും എസ് വേരിയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1,52,105 രൂപ എക്സ്ഷോറൂം വരുന്നുണ്ട്, 22,816 രൂപ ടാക്സ്, 12,637 രൂപ ഇൻഷുറൻസ്. അങ്ങനെ 1,88,263 രൂപയാണ് എയ്റോക്സിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള എസിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് കേൾക്കുമ്പോൾ ചിലർ ഞെട്ടിയേക്കാം. കാരണം ഒരു സ്കൂട്ടറിന് 1,88,000 രൂപയൊക്കെ കൊടുക്കുമോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. പക്ഷേ ഇതൊരു നോർമൽ സ്കൂട്ടറിൻ്റെ കാറ്റഗറിയിൽ നിങ്ങൾ കാണാൻ പാടില്ല. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്കൂട്ടറാണ് ഈ യമഹ എയ്റോക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം ബെറ്ററാണ് ഇത് മറ്റ് സ്കൂട്ടറുകളെക്കാൾ എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം ഇതോടുകൂടിയിട്ട് നമ്മുടെ യമഹ മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടേഴ്സിൻ്റെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസിൽ നിന്നും ഏകദേശം ഒരു 2,000 രൂപയോളം നിങ്ങൾക്ക് ഹൈക്ക് വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കറൻ്റ്ലി ഇപ്പം ഇവിടെയുള്ള ഒരു പ്രൈസ് ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക. നമ്മൾ ഈ ഒരു ജൂണിൽ തന്നെ വണ്ടി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് ഹൈക്ക് എഫക്റ്റീവ് ആവും. നിങ്ങൾക്ക് അത്രയും കൂടെ പ്രൈസിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം എന്താണ് ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് യമഹ വാഹനം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതിവിടെ ഇരിക്കുന്ന വണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വണ്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് യമഹ മോഡൽ എന്തായാലും കാണും. എൻ്റെ കേസിൽ അത് യമഹ R1 ആണ്. അപ്പോൾ നിങ്ങളുടെ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മോഡൽ ഏതാണെന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും നമ്മൾ ഈ പ്രൈസ് ലിസ്റ്റ് പറഞ്ഞ വാഹനങ്ങൾ ഏതെങ്കിലും വാങ്ങാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് വണ്ടിയാണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഷോറൂം വിസിറ്റ് വീഡിയോസ് മാത്രമല്ല, നമ്മൾ ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂ വീഡിയോസ് നമ്മുടെ ചാനൽസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഔട്ട്.